അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഡെക്കാത്തലോണിലോട്ടാണ് പോയത്. അവിടെ ചെന്നിട്ട് ഈ രാഹുലിൻ്റെ കുറച്ച് ക്ലയൻസിന് വേണ്ടിയിട്ട് കുറച്ച് എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു വർക്കൗട്ടിൻ്റെ. അപ്പോൾ അവിടെ വന്നിട്ട് ഷോപ്പ് ചെയ്യാമെന്ന് റെക്സിനേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടും. അപ്പോൾ ഇവർ മൂന്നുപേരും കൂടെ അതിന് വേണ്ടിയിട്ടുള്ള നോക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങളപ്പോൾ നേരെ തുന്തുക്കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോളാണ്. എവിടെ ബോൾ കണ്ടു കഴിഞ്ഞാലും നമ്മൾ കാണുന്നതിന് മുമ്പേ അവൻ പറയുക, അവൻ ഈ ബോൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കണം ആ സൈഡിൽ എവിടെയോ ഒരു ബോൾ ഉണ്ടെന്ന്. അങ്ങനെ അവൻ കറക്റ്റ് ബോളിൻ്റെ സ്ഥലത്തോട്ട് വന്ന് ഈ ഒരു മസാജിങ് മെഷീനാണ് കേട്ടോ. ഇത് അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു 300 400 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ്. ഇത് അടിപൊളിയാണ്. നമുക്ക് ആരും മസാജ് ചെയ്ത് തരാനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സ്വയമേയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. നല്ല റിലാക്സേഷൻ കിട്ടും. അടിപൊളിയാണ്. ഇത് 2 ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ബോളിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. അവിടുത്തെ സ്റ്റാഫ് വന്ന് പിന്നെ കുറേ ബോളൊക്കെ ഇട്ട് കൊടുത്തു ഇവന്. പിന്നെ ഇവൻ എടുത്തിടും, എറിയും, അവരെടുത്തിടും, ഇവൻ എറിയും. അങ്ങനെ ആ ഒരു ബോളിൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ട് അടുത്ത ബോളിൻ്റെ സെക്ഷനിലോട്ട് പോയി. അപ്പോൾ ഇവൻ ഈ ഗ്രീൻ കളറിലെ ഈ ഒരു ഇതിൻ്റെ ബോളിന് എന്താ പറഞ്ഞ ടെന്നീസ് ബോളോ എന്താ ക്രിക്കറ്റ് കളിക്കുന്ന ബോളുണ്ടല്ലോ, ഈ ബോൾ ഇവന് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എവിടെ കണ്ടു കഴിഞ്ഞാൽ ഇവനെടുക്കും. ഇവൻ മെയിനായിട്ട് ഇതെടുത്ത് വായിലിട്ട് കടിക്കും. അതാണ് നമുക്ക് ഏറ്റവും വലിയ വിഷയം. ഇത്തിരി നേരം പോലും കളിക്കാൻ കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല. കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നമ്മുടെ കണ്ണ് വെട്ടിച്ച് അവൻ അതങ്ങോട്ട് വായിലിടും. കണ്ട ബോൾ എടുത്ത് എറിയും, ആരെങ്കിലുമൊക്കെ എടുത്തു കൊടുക്കും. അങ്ങനെയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോയെങ്കിലും ഇവനൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. കാരണം ഇത്രയും നല്ല സ്പേസ് ഉണ്ട്, പിന്നെ നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ ഇവൻ അങ്ങനെ ബോളും കൊണ്ട് ഇങ്ങനെ നടന്നപ്പോഴത്തേക്കും ഞാൻ ഓർത്ത് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഞാനും നോക്കട്ടെ എന്ന്. അപ്പം ഈ വിൻ്റർ സമയത്തേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്, പക്ഷേ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്. സമ്മർ ടൈമിലൊക്കെ ഈ വിൻ്ററിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെക്കുവാണെങ്കിൽ അത്യാവശ്യം വിലക്കുറവിന് കിട്ടുമെന്ന് ഇങ്ങനെ റെക്സിനേട്ടൻ പറഞ്ഞു കേട്ടു. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം വില കുറവൊന്നും തോന്നിയില്ല. സത്യം പറഞ്ഞാൽ നല്ല റേറ്റാണ് തോന്നിയത്. ഞാൻ ആ ഗ്ലൗവിൻ്റെയൊക്കെ റേറ്റ് കണ്ട് കണ്ണ് തള്ളിപ്പോയി ഗൈസ്. 2 ഒരു പെയറിന് എനിക്ക് തോന്നുന്നു 700 600 സംതിങ് ഒക്കെ. ഇത്രയും രൂപയൊക്കെ കൊടുത്ത് വാങ്ങിച്ചിടേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി. അത് കഴിഞ്ഞപ്പോൾ അടുത്ത സൈക്കിളിൻ്റെ സെക്ഷനിലോട്ട് ഒരാൾ കയറി. ഇവനിങ്ങനെയൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അവനേക്കാൾ വലിയ സാധനങ്ങളാണ് അവനക്ക് കൂടുതൽ ഇഷ്ടം. സാധാരണ പിള്ളേരെല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് തോന്നി. ഈ ഹോൺ അടിക്കുന്ന ഈ സാധനത്തിലൊക്കെ പിടിച്ച് ഹോൺ അടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പം യെല്ലോ കളറിലെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നിട്ട് തിരിച്ചു പോയത് ഞങ്ങൾ ബ്ലാക്ക് കളറിലാണ്. കാരണം അവിടെ നിരങ്ങി നടന്ന് ആദ്യമായിട്ട് ഇത്രയും ചെളിയൊക്കെ അവൻ്റെ കാലിലും ദേഹത്തൊക്കെ പറ്റുന്നത്. അവിടുത്തെ പൊടി അവൻ അവിടെ നിരങ്ങി ഓടി നടന്ന് അവസാനം കിതച്ച്. അവസാനം ഞങ്ങളൊരു ഗ്രീൻ ആപ്പിളിൻ്റെ ഒരു എനർജി ഡ്രിങ്ക് വാങ്ങിച്ച് ഞങ്ങളെക്കാൾ കൂടുതൽ കുടിച്ചത് അവനാണെന്ന് വേണമെങ്കിൽ പറയാം ഗൈസ്. അത്രയ്ക്ക് അവൻ ക്ഷീണിച്ചു കഴിയുക. പിന്നെ അടുത്ത വീഡിയോ കാണാം. ബൈ.